പറയാതിരിക്കാൻ വയ്യ. നമ്മൾ അതിശോക്കിൽ പറയുന്നതാണെങ്കിലും നാഷണൽ അവാർഡൊക്കെ ചുമ്മാ അടിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന ആ ലെവൽ. ആടുജീവിതം എന്ന പുസ്തകവും വായിച്ചിട്ടുണ്ട്, എൻ്റെ കുട്ടികൾക്കും അത് വായിക്കാൻ കൊടുത്തിട്ടുണ്ട്. പൊട്ടിക്കരഞ്ഞില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ നോവൽ വായിച്ചിട്ട് സിനിമയ്ക്ക് തൊട്ട് മുമ്പായിട്ട് ഒരു പ്രാവശ്യം കൂടെ വായിച്ച് തീർത്തിട്ട് ആദ്യം വന്ന് കണ്ടു, പിന്നെ വീണ്ടും ഒന്നുകൂടെ കണ്ടു. നല്ലായിരുന്നു ബ്രോ, കൊള്ളാം, നല്ല സിനിമ, കുഴപ്പമില്ല. നല്ല പടമാണ്, ഇഷ്ടമായി. നന്നായിട്ടുണ്ട്. പൃഥ്വിരാജ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വിഷമിച്ചു, കരഞ്ഞു, കണ്ണു പറഞ്ഞു. നല്ല പടമായിരുന്നു, ഇഷ്ടപ്പെട്ടു. വളരെ കൊള്ളാം, നന്നായിരിക്കും, എല്ലാവരും കൊള്ളാം. പൃഥ്വിരാജിൻ്റെ നല്ല അഭിനയം, നല്ല പടം, ഭയങ്കര ഒറിജിനാലിറ്റി. അവിടെ ഞാൻ ഗൾഫ് ജീവിതം നയിക്കുകയാണ്, ഇതെല്ലാം ഒറിജിനാലിറ്റി, മരുഭൂമി നടക്കുന്ന അതേ സംഭവങ്ങളാണ്. നല്ല സിനിമയാണ്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് കാണുന്നത്. 2 പ്രാവശ്യം നോവൽ വായിച്ചിട്ടുണ്ട്, സൂപ്പറായിരുന്നു. പൊട്ടിക്കരഞ്ഞില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ നോവൽ വായിച്ചിട്ട് പിന്നീട് സിനിമയ്ക്ക് തൊട്ട് മുമ്പായിട്ട് ഒരു പ്രാവശ്യം കൂടെ വായിച്ച് തീർത്തിട്ട് ആദ്യം വന്ന് കണ്ടു, പിന്നെ വീണ്ടും ഒന്നുകൂടെ കണ്ടു. കുറച്ച് മനസ്സിന് ഇത്തിരി ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു. നല്ല സിനിമയായിരുന്നു, സൂപ്പർ. കൊള്ളാം, നന്നായിരുന്നു. സെക്കൻഡ് ടൈമാണ്. നോവൽ വായിച്ചതിന് ശേഷം വന്ന് കണ്ടതാണ്. ആദ്യം കണ്ടപ്പോൾ നോവൽ വായിച്ചിട്ടില്ലായിരുന്നു, ഇപ്പോൾ കണ്ടപ്പോൾ നോവൽ വായിച്ചതിൻ്റെ ആ ഒരു ഇതുണ്ടായിരുന്നു, നന്നായിരുന്നു. അത് ഫീലാവും നമുക്ക്. പിന്നെ നോവലും കൂടെ വായിച്ചുകൊണ്ട് ആ ഒരു ഇത് ഇല്ല. ഇപ്പം സെക്കൻഡ് ടൈമാണ്, ഇനി OTT വരുമ്പോൾ കാണാം. നല്ല സിനിമ. അഭിനയം ബ്ലെസ്സി ഡയറക്റ്റ് സൂപ്പറായിട്ടുണ്ട്, ആക്ടിങ് ആണെങ്കിലും പൊളിയായിട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ ഒക്കെ. സൂപ്പർ മൂവി കേട്ടോ, ഭയങ്കരമായിട്ട് ഇമോഷണൽ ആക്കുന്നുണ്ട്. ശരിക്കും നമ്മളതിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആക്കി, നമ്മൾ അറിയത്തില്ല ആ ഫ്ലോയിലെങ്കിൽ ഇരിക്കും. അത്രയ്ക്ക് ശരിക്കും നല്ല പടം. പറയാതിരിക്കാൻ വയ്യ. നമ്മൾ അതിശോക്കിൽ പറയുന്നതാണെങ്കിലും നാഷണൽ അവാർഡൊക്കെ ചുമ്മാ അടിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന ആ ലെവൽ, അങ്ങനത്തെ അടിപൊളി സിനിമ, നല്ല സിനിമ. അഭിനയവും സിനിമാറ്റോഗ്രാഫി എല്ലാം അടിപൊളിയാണ്. ഉണ്ട്. ഇല്ല വായിച്ചിട്ടില്ല. അല്ലാതെ വായിക്കണമെന്ന് പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുകൂടി വായിക്കണമെന്ന് തോന്നുന്നു. പൃഥ്വിരാജിൻ്റെ ആക്ടിങ് കൊള്ളാം, അടിപൊളി ഫിലിം. ഇല്ല വായിച്ചിട്ടില്ല. പടം അടിപൊളി പടം, വിചാരിച്ചതിനെക്കാട്ട് നല്ല ബെറ്റർ ആയിരുന്നു, സൂപ്പറായിരുന്നു. പൃഥ്വിരാജ് അടിച്ച് പൊളിച്ച്. കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഈ ബുക്ക് വായിച്ചോ? ഇല്ല വായിച്ചു. നല്ല മൂവിയായി, കൊള്ളാം, നല്ല ഫിലിം. ഇല്ല വായിച്ചിട്ടില്ല, വായിക്കണമെന്നുണ്ട്. നല്ല ആക്ടിങ്, എല്ലാവരും നല്ല അഭിനയമായിരുന്നു, നല്ല സിനിമയാണ്, എല്ലാവരും വന്ന് കാണണമെന്ന് പറയും. പടം കൊള്ളാം, നല്ല പടം. എന്താ ഒരു നജീബ് അനുഭവിച്ച ഒരു എക്സ്പീരിയൻസ് നമുക്ക് സ്ക്രീനിൽ കാണാം. വളരെ നല്ല സിനിമ, പറയാൻ വാക്കുകളില്ല. ഞാൻ ആടുജീവിതം എന്ന പുസ്തകവും വായിച്ചിട്ടുണ്ട്, എൻ്റെ കുട്ടികൾക്കും അത് വായിക്കാൻ കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകത്തിനോട് അങ്ങേയറ്റം നീതി പുലർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പൃഥ്വിരാജിൻ്റെ അഭിനയം, അതുപോലെ നജീബായിട്ട് ജീവിക്കുക തന്നെയായിരുന്നു പൃഥ്വിരാജ്. അതുപോലെ ബ്ലെസ്സി എന്ന അനുഗ്രഹീത സംവിധായകൻ, അതുപോലെ അതിലെ ഓരോ കഥാപാത്രവും, നജീബിനെ രക്ഷിച്ച അറബിയുടെ വേഷം ചെയ്ത ആൾ, നജീബിൻ്റെ കൂട്ടുകാരൻ ഹക്കിം, അങ്ങനെ ഓരോരുത്തരും ശരിക്കും ജീവിക്കുക തന്നെയായിരുന്നു സിനിമയിൽ. ഞാൻ ഉടനീളം കരയുകയായിരുന്നു, ആദ്യം മുതൽ അവസാനം വരെ. കുറേ നാളുകൾക്ക് ശേഷം കണ്ട ഏറ്റവും നല്ല സിനിമ. ഇഷ്ടപ്പെട്ടു. വായിച്ചിട്ടില്ല, പക്ഷേ പടം എന്തായാലും നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം, എന്തായാലും നന്നായിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു. ഔട്ട് ഓഫ് മൊത്തത്തിൽ നല്ല അടിപൊളി തന്നെയായിരുന്നു. നല്ല മേക്കിംഗ് ഒക്കെ ആയിരുന്നു. ശരിക്കും എല്ലാവരും പറയുന്ന പോലെ തന്നെ പൃഥ്വിരാജിൻ്റെ അഭിനയം നമ്മളെല്ലാവരും ഞെട്ടിച്ച് കളഞ്ഞു. മാത്രമല്ല എടുത്തു പറയേണ്ടതാണ് ഗോകുൽ എന്ന് പറഞ്ഞിട്ടുള്ള പയ്യൻ്റെ അഭിനയം വളരെ മികച്ചായിരുന്നു. ഞാൻ മുന്നേ വായിച്ചിട്ടുണ്ടായിരുന്നു. സിനിമ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. പണ്ട് വായിച്ചിട്ടുണ്ട്, ബട്ട് ഇത് റിയൽ ലൈഫിൽ ഒരാളുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ കുറേ നേരം കിട്ടിയപ്പോൾ ഫീൽ ഫാബുലസ്. നോവൽ വായിച്ചിട്ടുണ്ട്, ബട്ട് അത് കുറേ കാലം മുമ്പാണ്, അതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. കണ്ടപ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസാണ്. അദ്ദേഹം പറയുന്ന പോലെ നമുക്ക് സംഭവിക്കാത്തതെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രമാണെന്ന് പറയുന്നത് പോലത്തെ ഒരു ഫീൽ. നല്ല പടം, നല്ല മൂവിയാണ്, നല്ല സിനിമ, നല്ല സൂപ്പർ അഭിനയം. പൃഥ്വിരാജ് രാജുവിന് ഏറ്റവും നല്ല ക്യാരക്ടർ, നല്ല അഭിനയം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ഇപ്പോഴത്തെ കുട്ടികൾ ആകാശത്തിന് ഒരു വെള്ളത്തിനൊക്കെ ലാവശ്യം കളയുന്നില്ലേ, അങ്ങനെയൊക്കെ ഒരു നല്ലൊരു മെസ്സേജ് പെടുക. കാണണം, വീണ്ടും മനക്കെട്ട് വേണം, എന്താ പറയുക, കാണണം, നല്ലൊരു മെസ്സേജ് പെടുക. ഇപ്പോഴത്തെ ഈ പിള്ളേരെ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. അത്രയ്ക്കൊരു ഫീലിങ്സ് പെടുക. എനിക്ക് ആ ഹാങ് ഓവർ ഇതൊന്നും മാറിയില്ല കണ്ടിട്ട്.